ബി.ജെ.പിയുടെ നിയന്ത്രണത്തിലുള്ള പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിൽ വായ്പകൾ നൽകിയത് ജാമ്യവ്യവസ്ഥ പാലിക്കാതെയെന്ന് കണ്ടെത്തൽ. ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷ് അടക്കമുള്ളവർ വായ്പാ തുക തിരിച്ചടയ്ക്കാതെയായതോടെ ബാങ്കിൽ പ്രതിസന്ധിയുണ്ടായിരിക്കുകയാണ്. ഭരണസമിതി അംഗങ്ങൾക്ക് അനുവദിക്കാവുന്ന പരമാവധി വായ്പയിൽ കൂടുതൽ വായ്പകൾ നൽകി. കച്ചവട വായ്പകൾക്ക് ജാമ്യവ്യവസ്ഥകൾ പാലിക്കാതെ ചെക്കും ജാമ്യ കടപ്പത്രവും മാത്രം സ്വീകരിച്ച് വായ്പ നൽകി എന്നു തുടങ്ങിയ ഗുരുതര ക്രമക്കേടുകളാണ് ഭരണസമിതി നടത്തിയിരിക്കുന്നത്. 3 വർഷം കാലാവധി കഴിഞ്ഞ വായ്പകളിൽ കോടിക്കണക്കിന് കുടിശ്ശികയുണ്ട്. നിയമാവലി വ്യവസ്ഥയില്ലാതെ വിതരണം ചെയ്ത അക്ഷയശ്രീ വായ്പകളിൽ 2.12 ലക്ഷം രൂപയുടെ കുടിശ്ശികയുണ്ട്. സംഘം നടത്തുന്ന ADS പദ്ധതികൾക്ക് സഹകരണ വകുപ്പിൽ നിന്ന് അംഗീകാരം വാങ്ങിയിട്ടില്ല. ADS തുകകൾ വിതരണം ചെയ്തതും ജാമ്യവ്യവസ്ഥ പാലിക്കാതെയാണ്. 2.97 കോടി ഈ ഇനത്തിൽ നഷ്ടമുണ്ടായി. ഭരണവകുപ്പിന്റെ അംഗീകാരമില്ലാതെയാണ് താൽക്കാലിക ജീവനക്കാരെയും കളക്ഷൻ ഏജന്റുമാരെയും നിയമിച്ചത്. 19.83 ലക്ഷം രൂപ ഏജന്റുമാർക്ക് അനധികൃതമായി കമ്മീഷൻ നൽകിയിട്ടുമുണ്ട്. ആകെ 4.22 കോടിയുടെ നഷ്ടം സംഘത്തിനുണ്ടായിട്ടുണ്ടെന്നാണ് സഹകരണ നിയമം വകുപ്പ് 65 പ്രകാരമുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംഘത്തിന്റെ വൈസ് പ്രസിഡന്റായ ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷ് പലിശ സഹിതം 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുണ്ട്. പ്രസിഡന്റായിരുന്ന RSS മുൻ വിഭാഗ് ശാരീരിക് പ്രമുഖ് പത്മകുമാറിന് 46 ലക്ഷം രൂപയും ബാധ്യതയുണ്ട്.